ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾ ഇതുവരെ കഴിക്കാത്തൊരു നോൺ വെജ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കട്ട്ലേറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബീട്രൂട്ട്, ഒരു സവാള, 2 പച്ചമുളകൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. പിന്നെ 1/4 കപ്പ് ചെറുപയർ കുക്ക് ചെയ്തതാണ്. പിന്നെ 3 പൊട്ടാറ്റോ ഇതുപോലെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വേണം കേട്ടോ. അതുപോലെ മല്ലിയിലയും. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച മുളകും അതുപോലെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നല്ല നീറ്റിൽ കിട്ടും. അപ്പോൾ അങ്ങനെ അധികം തിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത്. അതുപോലെ ക്യാരറ്റും അതുപോലെ തന്നെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇനി ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേഗം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയോ അതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഗരം മസാലയും കുരുമുളകുമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നാക്കി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെറുപയറും പൊട്ടാറ്റോയും ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെയും മല്ലിയിലയുടെയും ഒക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഈ കൈ വെച്ചിട്ട് തന്നെ നന്നാക്കി മിക്സാക്കി എടുക്കാം. ഞാനിവിടെ തന്നെ സോഫ്റ്റായിട്ട് തന്നെ നന്നാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് തടവിയിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട്ലേറ്റിന് ഷേപ്പാക്കുന്ന അതേ രീതിയിൽ തന്നെ ഞാനിവിടെ ഷേപ്പാക്കി എടുക്കുന്നത്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോകാം. അതായത് കട്ട്ലറ്റിന് നമ്മൾ സാധാരണ നോൺ വെജ് ആയാലും വെജ് ആയാലും ഒക്കെ നമ്മൾ ഫൈനൽ കോട്ടിങ് കൊടുക്കുമല്ലോ, ആ കോട്ടിങ്ങിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ടയും ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാനാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട്ലറ്റിൻ്റെ ഫില്ലിങ്സ് ഓൾറെഡി കുക്ക് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ മുകളിലുള്ള കോട്ടിങ് മാത്രം ഒന്ന് ബ്രൗണിഷ് കളർ ആയാൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് അവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ
ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കട്ട്ലറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് ഞാൻ കോരി മാറ്റുകയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. ചെറുപയറും വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.